സത്യം പറഞ്ഞത് വിവരമുള്ള ആക്ടേഴ്സിന് മനസ്സിലാവും. അവരുടെ പെർഫോമൻസിനെ അതിഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ബെറ്റർ ആക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് സിംഗ് സൗണ്ട് എന്ന് പറയുന്നത്. കാരണം പല പെർഫോമൻസുകളും ഇതായി പോകുന്നത് ഡബ്ബിങ്ങിലാണ്. ഇത് ഡബ്ബിങ് ഒരു മോശം കാര്യമൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതൊരു വലിയ ഏരിയയാണ്. അത് ഭയങ്കര നന്നായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മുടെ ഇപ്പം മമ്മൂക്കയും സിദ്ദിഖ് സാറൊക്കെ അതിൻ്റെ ഭയങ്കര ഫേമസ് ആയിട്ട് എല്ലാവർക്കും അറിയാം. ഇവരൊക്കെ ഭയങ്കര ഡബ്ബിങ് പുലികളാണെന്നുള്ളത്. നമ്മുടെ ജോജു ഏട്ടനൊക്കെ ഭയങ്കര ഡബ്ബിങ് പുലികളാണ് എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് മെഷീൻ പോലെ ഡബ്ബിങ്. ഞാനിപ്പോൾ വിലായത്ത് ബുദ്ധിയൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയില്ല എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. കാരണം ഭയങ്കര മെമ്മറി ഉണ്ട് ഇവർക്ക് ലൊക്കേഷനിൽ പറഞ്ഞത്. പിന്നെ ഇത്രയും വർഷമായിട്ട് ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ തവണ കേൾക്കുള്ളൂ, ഫുൾ സീൻ ഒറ്റ തവണ കേട്ടിട്ട് ഫുൾ ലിപ്പിലിരുന്ന് ഇമോഷനും എല്ലാം ഉണ്ടാവും. അങ്ങനെ ഡബ് ചെയ്യുന്ന അതല്ല, അതവിടെ ഉണ്ട് ടെക്നിക്കലി. പക്ഷേ മമ്മൂക്കയെ പോലത്തെ ഒരു ഹൈലി ഓർഗാനിക് ആയിട്ടുള്ള ഒരു ആക്ടറെ സംബന്ധിച്ച് ലൊക്കേഷനിൽ തന്നെ പെർഫെക്റ്റ്ലി ഫൈൻ ആയിട്ടുള്ള സാധനം ഫസ്റ്റ് ടേക്കിൽ വരുന്നത്. ആ ശബ്ദം എന്ന് പറഞ്ഞാൽ ഇപ്പം മമ്മൂക്ക ഒരു വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് റീടേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ രണ്ടാമത്തേൽ ചെറിയ സാധനമൊക്കെ മാറ്റിയിട്ട് നമ്മൾ നോക്കും. ഇതായിരുന്നു നല്ലത് എന്ന് വെച്ചിട്ട് മാറ്റിയത് ചെറിയൊരു മൈന്യൂട്ട് സാധനം സൗണ്ടിൽ എനിക്ക് മാത്രം മനസ്സിലാവുന്നതായിരിക്കും. ആദ്യത്തേലും ഒരു ചിരിയാണെങ്കിൽ ഇപ്പുറത്തേലും ഒരു മൂളലായിരിക്കും. അങ്ങനെയൊക്കെയുള്ള മമ്മൂക്ക അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നോട് മമ്മൂക്ക പറഞ്ഞത് തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന് പറഞ്ഞ സിനിമ 2 തവണ കണ്ടു. അപ്പോൾ സാധാരണ ഒരു തവണ ഞാൻ കാണാറുള്ളൂ. രണ്ടാമത്തെ തവണ കൂടി കണ്ടിട്ട് ബോറടിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൗണ്ടിന് എന്തോ പ്രത്യേകത, ഇതിൻ്റെ ഡബ്ബിങ്ങിന് എന്തോ അപ്പോഴാണ് അത് സിംഗ് സൗണ്ടാണെന്ന് മനസ്സിലായത്. അപ്പോൾ അത് ചെയ്തത് JDയും അനിലേട്ടനും. അതിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 10-20 ദിവസം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ JD ആയിരുന്നു കുട്ടനാടൻ ബ്ലോഗിൻ്റെയും സൗണ്ട് ഡിസൈൻ. ഞാൻ റെക്കോർഡ് ചെയ്തു, JDയും കൂടിയിട്ട് റെക്കോർഡ് ചെയ്തു. പകുതി ഞാൻ റെക്കോർഡ് ചെയ്തു. അങ്ങനെ അപ്പം പിന്നെ ഉണ്ടയിലേക്ക് എന്നെ വിളിച്ചു.